ഉത്തർപ്രദേശ് ഉന്നാവിലെ അതിജീവിതയെ നേരിൽ കാണാൻ ശ്രമിക്കുമെന്ന് CPI ദേശീയ സെക്രട്ടറി അംഗം ആനി രാജ. ദേശീയ മഹിളാ ഫെഡറേഷൻ അതിജീവിതയ്ക്കൊപ്പം നിൽക്കും. RSS BJP ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നീതി പ്രതീക്ഷിക്കണമെന്നും ആനി രാജ 24നോട്. ഉന്നാവ് പെൺകുട്ടി ഡൽഹിയിൽ വരാൻ ധൈര്യപ്പെട്ടാൽ അവളെ അങ്ങ് വിടില്ല എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ്. അതിനെ എതിർക്കേണ്ടതുണ്ട്. ഞങ്ങളെല്ലാം ശക്തമായി എതിർക്കുകയാണ്. ദേശീയ മഹിളാ ഫെഡറേഷൻ തീർച്ചയായിട്ടും പരിശ്രമിക്കും ആ പെൺകുട്ടി കാണുന്നതിന്, അവരോടൊപ്പം നിൽക്കുന്നതിന്. അവരുടെ കേസ് വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ സംഘടന മറ്റുള്ളവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട്, ഞങ്ങളുടെ സംഘടന ഒറ്റയ്ക്കായും കൂട്ടായും ഒക്കെ തന്നെ അവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ വിഷയം ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിനൊക്കെ പ്രധാനമന്ത്രി മറുപടി പറയണം. BJP സംഘപരിവാർ RSS ഭരണകൂടത്തിൻ്റെയും ആളുകളുടെയും ഭാഗത്തുനിന്നും ഒരു നീതി പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ സ്ത്രീകൾ അവർക്കൊരു രണ്ടാം കിട പൗരന്മാരാണ്. അവരെ എന്ത് വേണമെങ്കിലും ആക്രമിക്കാം, ആർക്കും ആക്രമിക്കാം എന്നുള്ള ഒരു സ്ഥിതിയാണുള്ളത്. ഉന്നാവ് ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുൻ MLAയും BJP നേതാവുമായിരുന്ന കുൽദീപ് സെൻഗാറിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. വിനിത BG ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുന്നു. വിനിത, നമുക്ക് അതിജീവിതയോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ ഒരു മലയാള മാധ്യമം ഇവരുമായി ബന്ധപ്പെടുന്നതും ആദ്യ സംഭവമാണ്. അവർ വല്ലാത്ത അതൃപ്തിയിലും അസ്വസ്ഥതയിലും സങ്കടത്തിലുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും എസ്കേൻ സൂചിപ്പിച്ചതുപോലെ അവരോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു. അവരുടെ സ്ഥിതിഗതികളെല്ലാം അവർ നമ്മളോട് വളരെ കൃത്യമായി തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവരുടെ മാതാവും അവരുടെ നിലവിലുള്ള സ്ഥിതിഗതികൾ, ആ മാതാവ് ഇന്നലെ നമ്മളോട് പറഞ്ഞത് തൻ്റെ മകളുമായി ഇത്തരത്തിലേക്കുള്ള വലിയ പ്രതിസന്ധികൾ നേരിട്ട തൻ്റെ മകളുമായി താൻ തെരുവിൽ നീതിക്കായി അലയുകയാണ് എന്നാണ് ആ അതിജീവിതയുടെ മാതാവ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ ആനി രാജ തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എല്ലാവിധ പിന്തുണയും അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകുമെന്ന് ആനി രാജ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അതിജീവിതയെ താൻ നേരിൽ കാണാൻ ശ്രമിക്കുമെന്നും അവർ അറിയിച്ചിരിക്കുകയാണ്. ദേശീയ മഹിളാ ഫെഡറേഷൻ അതിജീവിതയ്ക്കൊപ്പമുണ്ട്. അത് നേരത്തെ മുതൽ തന്നെ എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ഉണ്ടായ ഘട്ടത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകിക്കൊണ്ട് ഈ ദേശീയ മഹിളാ ഫെഡറേഷൻ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന് കൂടിയാണ് ആനി രാജ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു അതിജീവിത അവർ ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിലെ ഈ ശൈത്യകാലത്ത് ഇന്ത്യ ഗേറ്റിന് മുന്നിൽ രാത്രി അവരുടെ അമ്മയ്ക്കൊപ്പം അവർ പ്രതിഷേധമിരിക്കുന്നു. പിന്നീട് പോലീസ് എത്തി അവരെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയൊരു സംഭവം രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് പ്രധാനമന്ത്രി തന്നെയാണെന്നും ആനി രാജ വിമർശിച്ചിരിക്കുകയാണ്. ഒപ്പം RSS BJP സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീതി പ്രതീക്ഷിക്കേണ്ടതില്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും ആനി രാജ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയാണ് ഇത്തരം സംഭവങ്ങൾക്കൊക്കെ മാപ്പ് പറയേണ്ടതെന്നും ആനി രാജ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ ഈ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ത്രീയുടെ ഒരു മുസ്ലിം സ്ത്രീയുടെ ശിരോവസ്ത്രം വലിച്ച് താഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവാദങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അക്കാര്യത്തിലും ആനി രാജയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിക്ക് ഇതിനൊരു ധൈര്യം ലഭിച്ചതെന്നും ആനി രാജ ചോദിക്കുകയാണ്. ഏതാണെങ്കിലും വരും ദിവസങ്ങളിൽ ഈ അതിജീവിതയെ നേരിട്ട് കാണാൻ, ഈ ഉന്നാവോ കേസിലെ അതിജീവിതയെ നേരിട്ട് കാണാൻ താൻ ശ്രമിക്കുമെന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും ദേശീയ മഹിളാ ഫെഡറേഷൻ നൽകുമെന്നും ആനി രാജ അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.